ഹാൻഡ് ഹെൽഡ് പ്രിൻ്റർ LB100 എന്ന് പറയുന്ന മോഡലാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനിൽ ഇങ്ങനെ പ്ലഗ് ചെയ്യാം. നമുക്ക് 2 ടൈപ്പ് ചാർജിങ് വരുന്നത്. ഒന്ന് ഇവിടെ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാം, പിന്നെ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി കറക്റ്റ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, ആ പൊസിഷനിൽ വെച്ചിട്ട് അകത്തേട്ട് കയറ്റി ഇടാം. മെഷീൻ ഓൺ ചെയ്യാനായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഓൺ ആവും. നമുക്കിതിനകത്ത് ടച്ച് പെൻ വരുന്നുണ്ട്. ടച്ച് പെൻ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിൽ പ്രസ് ചെയ്യേണ്ടത്. ടച്ച് പെൻ എടുക്കുക. ഇത് വരുന്നത് അഡീഷണൽ റബ്ബർ ബാൻഡുകളാണ്. നമ്മൾ ഇവിടേക്ക് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റബ്ബർ ബാൻഡാണ്. ഇതിൻ്റെത് ഇതിൻ്റെയാണ്. ഇതാണ് തന്നെ എൻകോഡർ. ഇത് റോൾ ചെയ്യുമ്പോഴാണ് പ്രിൻ്റ് വരുന്നത്. നമുക്ക് മെഷീൻ ഓൺ ചെയ്ത് വരുമ്പോൾ സ്ക്രീനാണിത്. നമുക്കിതിനകത്ത് പുതിയൊരു ഫയൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് എന്നൊരു ഓപ്ഷനിലാണ് പോകേണ്ടത്. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇപ്പോൾ ഇൻപുട്ട് ടെക്സ്റ്റ് വന്നു ഇവിടെ എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ MT എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് MT ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബാക്ക് പോകും. എന്നിട്ട് നമുക്ക് വേണ്ട ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഇപ്പോൾ ഒരു MRP ആണെങ്കിൽ MRP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MRP ജസ്റ്റ് ഞാൻ 100 എന്ന് ടൈപ്പ് ചെയ്യാണ്. ഫിനിഷ് കൊടുത്തു. അപ്പോൾ അതോടെ വന്നു. നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ പ്ലസ് മൈനസ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ലൈൻ ആയിട്ട് നമുക്ക് ഇനി താഴത്തേട്ട് ഒരു 2-3 ലൈൻ ഉണ്ടെങ്കിൽ അടുത്ത ടെക്സ്റ്റ് ഒന്നുകൂടി എടുക്കുക, എഡിറ്റ് കൊടുക്കുക, MT അടിക്കുക, അടുത്ത ലൈൻ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ബാച്ച് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഫിനിഷ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തതിൻ്റെ റൈറ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് താഴത്തേട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ലൈനും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ടെക്സ്റ്റ് എടുക്കുക, എഡിറ്റ്, MT കൊടുക്കുക, അടുത്ത ലൈൻ. ഇപ്പോൾ ഒരു എക്സ്പയറി ഡേറ്റ് അടിക്കുകയാണ്. ഫിനിഷ് കൊടുക്കുക. അത് വന്നു. അതും ട്രൈ ചെയ്ത് തരാം. അപ്പോൾ നമുക്കൊരു 3 ലൈൻ, അത് മാക്സിമം നമുക്കൊരു 5 ലൈൻ വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ വരാം. ഇതും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ എല്ലാം സെറ്റിങ് കഴിഞ്ഞെങ്കിൽ നമ്മൾ ജസ്റ്റ് വൈറ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ എടുക്കുക. ഫയൽ എടുത്തിട്ട് സേവ് ആസ് ഒരു ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഒരു ഫയലിനെയും പ്രൊഡക്റ്റിനെയും കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പിക്കിൾ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാണ്. പിക്കിൾ കൊടുത്തു, ഓക്കെ കൊടുത്തപ്പോൾ സേവ് ആയി. ഇനി നമ്മൾ ഇവിടുന്ന് ഈ സ്ക്രീനിൽ നിന്ന് പുറകോട്ട് പോകാൻ വേണ്ടി ബാക്ക് അടിക്കുക. അപ്പോൾ മെയിൻ സ്ക്രീനിലേക്ക് വന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷനിൽ സെലക്ട് ഫയലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സെലക്ട് ഫയലിൽ പിക്കിൾ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുമ്പോൾ അത് വന്നു. ആ സേവ് ചെയ്ത ഫയൽ കാണാൻ പറ്റി. നമുക്ക് കാറ്ററിജ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് വേണം കാറ്ററിജ് ഇടാൻ. കാറ്ററിജ് ഇടാൻ വേണ്ടി മെഷീൻ ഓഫ് ചെയ്യാണ്. നമുക്ക് കാറ്ററിജ് വരുന്നത് ഇതുപോലത്തെ ഒരു ലോക്കിങ്ങിലായിരിക്കും വരുന്നത്. കാറ്ററിജിൻ്റെ ക്യാപ്പ് ലൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലോക്ക് അടയ്ക്കുക. അപ്പോൾ കാറ്ററിജ് ഇവിടെ കറക്റ്റായിട്ട് വരും. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. കാറ്ററിജ് ഈ ലോക്ക് ബാക്കോട്ട് വലിച്ചിട്ട് ഇവിടെ പിടിച്ച് മുകളിലേക്ക് വെക്കാം. ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കീയ അടയ്ക്കാം. അപ്പോൾ കാറ്ററിജ് കറക്റ്റായിട്ട് ലോക്കായി. നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് മാത്രമാണ് കാറ്ററിജ് ഇടാൻ പോകുള്ളൂ. ഓൺ ചെയ്യാണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ സേവ് ചെയ്ത ഫയൽ പ്രിൻ്റ് എന്നൊരു ഓപ്ഷനിൽ പോവുക. നമ്മൾ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ അത് വരും. എന്നിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റ് ഓൺ ചെയ്യുക. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് എവിടെയുണ്ട് അവിടെ വെച്ചിട്ട് റൈറ്റിലേക്ക് റോൾ ചെയ്യുക. ഇങ്ങനെ പ്രിൻ്റ് സ്പ്രേ ആകും. നമ്മളിത് പ്ലാസ്റ്റിക് പൗച്ചിൽ ചെയ്തു. ലാമിനേറ്റഡ് ടൈപ്പ് കവറിൽ പ്രിൻ്റ് ചെയ്യാണ്. നമുക്ക് ഇവിടെയാണ് പ്രിൻ്റ് വേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു അപ്പാരറ്റേഴ്സ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് റോൾ ചെയ്ത് നമുക്ക് കറക്റ്റ് ആ ഒരു പോർഷനിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. വയ്ക്കുക, റോൾ ചെയ്യുക, അവിടെ പ്രിൻ്റ് വന്നു. ഇനി നമുക്കൊരു ബോട്ടിലിൻ്റെ സർഫസിൽ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം. ബോട്ടിൽ വയ്ക്കുക. നമുക്ക് ഈ പ്ലേറ്റ് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക. ഇതിങ്ങനെ വയ്ക്കുക, ബട്ടൺ പ്രസ് ചെയ്ത് റോൾ ചെയ്യുക. ബോട്ടിലിൻ്റെ സർഫസിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ ബോട്ടിൽ ടോപ്പിൽ അടിക്കണമെന്ന് വെച്ചോ, അതും ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, വയ്ക്കുക, റോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പോർഷനിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ നമ്മൾ ആവശ്യം പ്രിൻറ്റിങ് കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് കാറ്ററിജ് അപ്പോൾ തന്നെ ഊരി വയ്ക്കുക. നമ്മൾ മെഷീനിൽ തന്നെ കാറ്ററിജ് ഇടരുത്. കാറ്ററിജ് ഇട്ടാൽ മെഷീനും കംപ്ലൈൻ്റ് ആണ്, കാറ്ററിജും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആവശ്യം കഴിയുമ്പോൾ തന്നെ കാറ്ററിജ് ഊരിയിട്ട് ഈ ക്യാപ്പ് അടച്ചെടുത്ത് വയ്ക്കുക. അതുപോലെ ക്യാപ്പ് ചെയ്ത് എടുത്ത് വെച്ചില്ലെങ്കിൽ അത് എയർ കയറിയിട്ട് കാറ്ററിജ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതൽ പ്രിൻ്റ് ഇല്ലെങ്കിൽ മെഷീൻ ഓഫ് ചെയ്തിട്ട് കാറ്ററിജ് അപ്പോൾ തന്നെ ഊരി എടുത്ത് വെച്ചേക്കാം. നമ്മൾ മെഷീനിൽ തന്നെ ഇടാൻ നേരത്ത് ഇതിൻ്റെ ഇതിടെ എയർ അകത്തേട്ട് കയറിയിട്ട് കാറ്ററിജ് കംപ്ലൈൻ്റ് ആവും. അതുപോലെ ഇടയ്ക്ക് കാറ്ററിജ് ഈ ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. നമ്മൾ തിന്നറോ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ.